ആന്തരിക അവയവങ്ങളെ ക്യാൻസർ കാർന്നു തിന്നപ്പോഴും ദൈവവചനം ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി അക്ഷീണം പരിശ്രമിച്ച് ഒടുവിൽ ദിവ്യനാഥന്റെ സന്നിധിയിൽ എത്തിച്ചേർന്ന സിസ്റ്റർ മരിയ പഞ്ഞിക്കാരൻ DC ഓർത്തെടുക്കുകയാണ് സഹസന്യാസിനിയായ സിസ്റ്റർ സോണിയ കെ ചാക്കോ DC. ഇരങ്ങാലക്കുട രൂപതയിലെ മാള പൂവത്തുശ്ശേരിയിലെ പഞ്ഞിക്കാരൻ കുടുംബാംഗമാണ് അന്തരിച്ച സിസ്റ്റർ മരിയ പഞ്ഞിക്കാരൻ DC. സോണിയ സിസ്റ്ററിന്റെ വാക്കുകൾ ഇങ്ങനെ: സിസ്റ്റർ മരിയ തന്റെ ദൈവവിളിയോട് ആമേൻ പറഞ്ഞപ്പോൾ അവർ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഉപവിപുത്രിയായി. പിന്നീട് കഴിഞ്ഞ 34 വർഷങ്ങളായി സിസ്റ്റർ തന്റെ ദൈവവിളിയോട് ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗങ്ങളോട് പരിശുദ്ധ അമ്മയെപ്പോലെ ആമേൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. സന്യാസവിളിയുടെ രജത ജൂബിലി വർഷത്തിൽ ഈശോ വിശ്വസ്തതയ്ക്ക് സമ്മാനമായി നൽകിയ ക്യാൻസറിനോടും സിസ്റ്റർ ആമേൻ പറഞ്ഞു. പിന്നീട് ഓരോ അവയവങ്ങളെയും ക്യാൻസർ ബാധിച്ചപ്പോഴും സിസ്റ്റർ ഈശോയെ മുറുക്കി പിടിച്ച് വീണ്ടും ആമേൻ പറഞ്ഞു കാണണം. വർഷങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഫിയാത്ത് ധ്യാനിക്കുന്ന ഒരു DC സിസ്റ്ററിന് അത് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും വളർച്ചയുടെയും പക്വത ആർജിക്കലിൻ്റെയും കാലഘട്ടമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ രോഗീലേപനം സ്വീകരിച്ചപ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന വേളയിൽ സാധാരണയിലും കൂടുതൽ ശബ്ദത്തിൽ മരിയ സിസ്റ്റർ ആമേൻ പറഞ്ഞു. ഈ ലോകത്തിലെ അവസാനത്തെ വാക്കും ഞങ്ങൾക്കുള്ള സന്ദേശവും ആമേൻ തന്നെയായിരുന്നു. വിൻസെൻഷ്യൻ സഭയിൽ ചേർന്ന ശേഷം 2006 ഞാൻ ആദ്യമായി സിസ്റ്റർ മരിയയെ കണ്ടത്. പാവങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന സിസ്റ്ററിനെ അന്ന് മുതൽ ഞാൻ അകലെ നിന്നും അടുത്തു നിന്നും കൂടുതൽ അറിയാൻ തുടങ്ങി. അന്ന് പാവപ്പെട്ട എയ്ഡ്സ് ക്ഷയരോഗികൾക്കായി സിസ്റ്റർ നടത്തിയ ആതുര ശുശ്രൂഷകൾ വിസ്മരിക്കാനാകില്ല. വാഹനങ്ങളോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ ഇല്ലാത്ത പല ഉൾപ്രദേശങ്ങളിലെ നിർധനരിലേക്കും പാവങ്ങളിലേക്കും സിസ്റ്ററിലൂടെ ആശ്വാസവും കരുതലുമെത്തി. 34 വർഷത്തെ സന്യാസ ജീവിതത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നഴ്സായും ഡോക്ടറിൻ്റെ അസാന്നിധ്യത്തിൽ ഡോക്ടറായും 20 വർഷത്തോളം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായും 9 വർഷങ്ങൾ പ്രൊവിൻഷ്യൽ കൗൺസിലറായും പിന്നെ 11 മാസങ്ങൾ പ്രൊവിൻഷ്യലായും സേവനം ചെയ്തു. ഇതോടൊപ്പം ക്യാൻസറിനോട് മല്ലിട്ട് നേടിയെടുത്ത 10 വർഷങ്ങളും. തൻ്റെ വ്യക്തിമുദ്ര സമൂഹത്തിലും സഭയിലും പതിപ്പിച്ച എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായ സിസ്റ്ററിനെ ഈശോ ഏറ്റവും മനോഹരമായ മറ്റൊരു പൂന്തോട്ടത്തിലേക്ക് പറിച്ചു നട്ടു. 2022 B.Ed കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ മൻമാഡ് എന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ കൂടെ വളരെ വിരളമായ ഒരുതരം ഷുഗർ പ്രോബ്ലവും ഉണ്ടായിരുന്നു. മരുന്ന് കഴിക്കാത്തതിനാൽ ക്ഷീണവും ഉറക്കവും എനിക്ക് തോന്നിയിരുന്നു. അതേസമയം തൊട്ടടുത്ത മുറിയിലെ മരിയ സിസ്റ്റർ എത്ര കീമോ കഴിഞ്ഞാലും 6 മണിക്ക് ചാപ്പലിലെത്തുമായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഓരോ പ്രാവശ്യവും സിസ്റ്റർ എന്നോട് എൻ്റെ അസുഖ വിവരങ്ങൾ ചോദിക്കുമ്പോൾ മരിയാമ്മയുടെ ഈ സഹനത്തിന് മുമ്പിൽ എൻ്റെ അസുഖം ഒന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ വിയർക്കുകയും തളരുകയുമായിരിക്കും. എന്നാൽ മരിയാമ്മയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രശാന്തതയുണ്ടായിരിക്കും, ഒപ്പം മനസ്സലിയിക്കുന്ന ഒരു പുഞ്ചിരിയും. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഒരു പുതിയ മരുന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എടുക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഫലമായി ആരോഗ്യം നഷ്ടപ്പെട്ട് ICUവിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. മരിച്ചുവെന്ന് പോലും കരുതി. ആഴ്ചകൾക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്നും എഴുന്നേറ്റപ്പോൾ സിസ്റ്ററിൻ്റെ മസിലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും കൈകളിൽ എന്തെങ്കിലും പിടിക്കാമെന്നായപ്പോൾ ബൈബിളായിരുന്നു ആദ്യം എടുത്തത്. പിന്നെ വിശുദ്ധ ഗ്രന്ഥം ഹൃദയത്തിൽ പതിയും മട്ടിൽ വായിച്ചു തുടങ്ങി. ആന്തരിക അവയവങ്ങൾ മുഴുവൻ ക്യാൻസർ തിന്നപ്പോൾ അതിലേറെ രുചിയോടെ വചനങ്ങൾ വായിച്ചയവിറക്കി. ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധ കുർബാനയിലെ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതും ഹൃദയം തൊടുന്ന കാഴ്ചയായിരുന്നു. ഇനി വേദനകളില്ല, സ്നേഹിച്ചു തീർന്നില്ല, ജീവിച്ചു തീർന്നില്ല. ഈശോയ്ക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടായിരുന്നുവെന്ന ആഗ്രഹം ബാക്കി വെച്ച് സ്വർഗത്തിലേക്ക് സിസ്റ്റർ പറന്നകന്നു. ഇത്രനാൾ വിശ്വാസത്താൽ കണ്ട കർത്താവിനെ നേരിൽ കാണുന്ന ധന്യദിനങ്ങൾ. വിൻസെൻഷ്യൻ വിശുദ്ധരും ശുശ്രൂഷിച്ച പാവങ്ങളും ഇരു കൈയും നീട്ടി സിസ്റ്ററിനെ സ്വീകരിച്ചു കാണും. വിട പ്രിയപ്പെട്ട മരിയാമ്മേ, വിട.